കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും തിരുവചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ ദാനമായി തന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 24-25 വാക്യം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു, എന്നാൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ അതിനുശേഷം ഒരു കാര്യം വ്യക്തമായി എഴുതുകയാണ്. ഈ വചനമാണ് നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചതായ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും സുവിശേഷം കേട്ടിട്ടുള്ളവരാണ്. ഇപ്പോഴും നമ്മൾ സുവിശേഷം കേൾക്കുന്നു. ഈ പ്രഭാതത്തിലും ഒരു പക്ഷെങ്കിൽ ധാരാളം സുവിശേഷങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് നന്നായി പറയുവാൻ ധാരാളം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പത്രോസ് അപ്പോസ്തലൻ യെരുശലേമിൽ നിന്നും യഹൂദ്യ നാടുകളിൽ നിന്നുമൊക്കെ അന്യരാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദ വിശ്വാസികൾക്ക് എഴുതുന്നതായ കത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ട് ഒരു കാര്യം തർപ്പിച്ച് അവരെ ഓർപ്പിക്കുകയാണ്. ഈ വചനമാണ് നിങ്ങളോട് ഞങ്ങൾ പ്രസംഗിച്ചതായ സുവിശേഷം. ഈ സുവിശേഷത്തെ നിങ്ങൾ മറന്നു കളയരുത്. അതായത് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം നന്നായിട്ട് ഓർക്കണം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടിപ്പോകുന്നത് പോലെ ശരീരവും വാടുന്നു. പൂ ഉതിർന്നു പോകുന്നത് പോലെ ജീവിതത്തിലെ മഹത്വങ്ങളെല്ലാം അത് വാടിപ്പോകും, ഇല്ലാതായി പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒരു കാര്യം മനുഷ്യൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല, അതിന് നിത്യജീവനുണ്ട്. എന്നാൽ അതിനങ്ങേപ്പുറത്ത് ഒരു പടി കൂടി പത്രോസ് അപ്പോസ്തലൻ കടന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എഴുതുകയാണ്. എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു ആത്മാവിനെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയുള്ളവരും അറിവുള്ളവരുമായിരിക്കാം. പക്ഷെങ്കിൽ ആ ആത്മാവിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വചനം വസിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആത്മാവ് മാത്രമേ നിത്യജീവന്റെ അവകാശികളാകുകയുള്ളൂ. അല്ലാത്ത ആത്മാക്കളൊക്കെ അതിനൊക്കെ നിത്യജീവൻ ഉണ്ടെങ്കിലും ആ നിത്യജീവൻ ശിക്ഷാവിധിയിലേക്ക് പോകുന്നതിനുള്ള നിത്യജീവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ കർത്താവിൻ്റെ വചനം നിലനിൽക്കുന്നതായ ആത്മാക്കൾക്ക് ചില വിശേഷതയുണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ തുടർന്നും അവരെ വ്യക്തമായി എഴുതി അറിയിക്കുകയാണ്. അതിൽ പ്രധാനമായി അവരെ മനസ്സിലാക്കുന്നതായ കാര്യം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവരോട് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, സിയോൻ എന്ന് പറയുന്നതായ ഒരു സംഗതി, ഒരു സ്ഥലം, ദാവീദിൻ്റെ പട്ടണം, അതായത് ജെറുസലേമിൻ്റെ തലസ്ഥാനം, ജെറുസലേമായിരുന്ന തലസ്ഥാനം ദാവീദ് യബൂസ്യ നഗരം പിടിച്ചതോടുകൂടി, ആ പട്ടണം പിടിച്ചതോടുകൂടി സിയോനിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റി. അതിനുശേഷം ദാവീദ് അനേക സങ്കീർത്തനങ്ങൾ എഴുതി. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതുകയാണ്, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. അതിൻ്റെ അർത്ഥം, ആർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പട്ടണമായ സിയോനിൽ വരണം. ഞങ്ങളുടെ അടുത്ത് മാത്രമേ സിയോൻ ദൈവമുള്ളൂ. ഇവിടെ മാത്രമേ ദൈവം എഴുന്നള്ളി വരികയുള്ളൂ. വേറെങ്ങും ദൈവം എഴുന്നള്ളുന്നില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ സംരക്ഷണയിലാണ് ദൈവം, ഞങ്ങളുടെ പട്ടണത്തിലാണ് അല്ലെങ്കിൽ ദൈവം പ്രകാശിക്കുന്നതെന്നൊക്കെ ലോകത്തിൽ മുഴുവനും പ്രസിദ്ധപ്പെടുത്തി. സങ്കീർത്തനങ്ങളിലും വചനങ്ങളുമൊക്കെ അതിന് സഹായകമായി ദാവീദ് അനേക കാര്യങ്ങൾ ചമച്ചുണ്ടാക്കുന്നുണ്ട്. ലോകത്തിൽ വസിക്കുന്ന സകല ഭൂസമാവാസികൾക്കും ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ, ദൈവവചനത്തെ ശ്രവിക്കണമെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ ചെല്ലണമെന്ന് പോലും. ആ യഹൂദ്യ പാരമ്പര്യ ചിന്താഗതി സകല ജഡത്തെയും താഴ്ത്തിക്കൊണ്ട്, അവരുടെ ജഡത്തെ ഉയർത്തിക്കൊണ്ട്, അവരുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് ഒരു മേൽക്കോയ്മ കാണിക്കുന്നതായ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് അവർ ചിതറിപ്പാർക്കുന്ന ദേശങ്ങളിലൊക്കെയും അവരെ പിന്തുടർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ
അവർ പോയ സ്ഥലങ്ങളിലൊന്നും മാനുഷിക നിയമങ്ങൾ അനുസരിക്കുകയോ അതാത് രാജ്യങ്ങളിൽ അവർ ചിതറിപ്പാർത്ത ദേശത്തെ രാജാക്കന്മാരെ അനുസരിക്കുകയോ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുകയോ ചെയ്യാതെ യഹൂദരെന്നും സിയോനിലെ വാസികളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സിയോനിൽ പ്രത്യക്ഷപ്പെടുന്നതായ പ്രകാശിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവർ വലിയ വാചാലന്മാരായി അവരുടെ കാലങ്ങൾ കഴിച്ചുവിടുക പതിവായി. അങ്ങനെയുള്ളതായ ജനത്തോട് പത്രോസ് പറയുകയാണ്, നോക്കൂ സഹോദരന്മാരെ, സകല ജഡവും പൂ പോലെ വാടിപ്പോകുന്നതാണ്. പുല്ലിലെ പൂ പോലെ അത് ഒരു ദിവസം കിളിർക്കുന്നു, പിറ്റേ ദിവസം വാടിപ്പോകുന്നു. എന്നാൽ ദൈവവചനം നിലനിൽക്കുന്നതായ ഒരാത്മാവ്, ആ ഒരു വിത്ത് അവിടെ ശേഷിക്കുന്നുവെങ്കിൽ അതിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് അവരോട് പറഞ്ഞതിന് ശേഷം അവരോട് പറയുകയാണ്, സിയോനിൽ ഇതാ ഞാൻ മാന്യവും ശ്രേഷ്ഠവുമായ ഒരു മൂലക്കല്ലിടുന്നു. ആ മൂലക്കല്ലിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞതായ സിയോൻ വാസികൾ മുഴുവനും തള്ളിക്കളഞ്ഞതും മാന്യരല്ല എന്നും അല്ലെങ്കിൽ കൊള്ളരുതാത്തവരെന്നും അപഹസിച്ചതായ ഒരു മൂലക്കല്ല. മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത് മാന്യമായിരുന്നില്ല, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത് ശ്രേഷ്ഠമായിരുന്നില്ല. എങ്കിലും സർവശക്തനായ ദൈവം എവിടെ മനുഷ്യർ അഹങ്കരിച്ചോ, മനുഷ്യർ എവിടെ പുകഴ്ച തേടിയോ അതേ സ്ഥാനത്ത് മനുഷ്യർ തള്ളിക്കളഞ്ഞതായ കല്ലിനെ കൊണ്ടുവന്ന് അടിസ്ഥാനമാക്കി ദൈവം പണിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം സകല കാലത്തിന് മുൻപ് ക്രിസ്തുവിന് മുമ്പ് പ്രവചിച്ചതായ വാക്യത്തെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്. സിയോൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദേശമായിട്ടും പട്ടണമായിട്ടും ഒക്കെ കാണുന്നു. എന്നാൽ പത്രോസ് പറയുന്നു, അതൊരു പട്ടണമല്ല, അതൊരു ദേശമല്ല, ദൈവം പ്രകാശിക്കുന്ന സ്ഥലവുമല്ല. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ സിയോൻ എന്നുള്ളതായ ഒരു അഹങ്കാരം നിലനിന്നിരുന്നതായ കാലത്ത് എവിടെ അഹങ്കാരം നിലനിന്നുവോ അതേ അഹങ്കാര സ്ഥാനത്ത് മനുഷ്യരാൽ തള്ളപ്പെട്ടതായ ഒരു കല്ലിനെ ദൈവം കൊണ്ട് അവിടെ അടിസ്ഥാനമാക്കി വെച്ചു. നീ മനുഷ്യരാൽ തള്ളപ്പെടുമ്പോൾ മാത്രമേ, മനുഷ്യരാൽ ത്യജിക്കപ്പെടുമ്പോൾ മാത്രമേ, മനുഷ്യരുടെ മുൻപിൽ അപഹസിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ കല്ലുമായിട്ട് നമുക്കൊരു യോഗ്യതയുണ്ടാവുകയുള്ളൂ. അതിനുശേഷം പത്രോസ് പറയാണ്, നിങ്ങളും ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ തള്ളപ്പെട്ടവരെങ്കിലും, നിങ്ങൾ അപമാനിക്കപ്പെടുന്നവരെങ്കിലും, നിങ്ങൾ അപഹസിക്കപ്പെടുന്നവരെങ്കിലും, പരിഹസിക്കപ്പെടുന്നവരെങ്കിലും ആ അവസ്ഥയിൽ ഈ കല്ലുമായിട്ട് നിങ്ങൾക്കൊരു സംബന്ധമുണ്ടാകുന്നു. മനുഷ്യരുടെ അഹങ്കാരത്തിന്റെ അങ്ങേപ്പുറത്ത് മനുഷ്യർ ഉന്നതമെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് തള്ളപ്പെട്ടതായ കല്ലിനെ ദൈവം അടിസ്ഥാനമാക്കിക്കൊണ്ട്, മൂലക്കല്ലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ആ പണിയുവാൻ ആഗ്രഹിക്കുന്നതായ ആ കല്ലുകളാകുന്നവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, സകല മാനുഷ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങുവീൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ കല്ലിനോട് യോജിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യരുടെ മുൻപിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെയും നമ്മുടെ ഉപദേശത്തിൻ്റെ നാമത്തെയും അല്ലെങ്കിൽ നമ്മുടെ സഭകളുടെ നാമത്തെയും കുടുംബത്തിൻ്റെ നാമത്തെയും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാരമ്പര്യങ്ങൾക്കും അഹങ്കാരത്തിനും നമ്മൾ ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ ഈ കല്ലുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല എന്ന് പത്രോസ് ജനത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു ഉത്തേജനമായ ഒരു ആത്മ സന്ദേശം തരികയാണ്. നമ്മുടെ ഉള്ളിൽ ധാരാളം അഹങ്കാരങ്ങൾ കാണുമായിരിക്കാം. സഭയെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും അപ്പോസ്തലത്തെക്കുറിച്ചും എന്ന് വേണ്ട സകല കാര്യങ്ങളും, കുടുംബത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും നിറത്തെക്കുറിച്ചും വംശത്തെക്കുറിച്ചും നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമ്മുടെ ധനപരമായ കാര്യത്തെക്കുറിച്ചും ഒക്കെ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ പുകഴ്ത്തി പാടിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഉന്നതരെന്ന് ഭാവിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, അല്ലയോ സഹോദര സഹോദരി, സകല ജഡവും ഒരുപോലെ പുല്ലുപോലെ അത് കിളിർത്തു വന്നു, അത് പൂ പോലെ അത് പൂക്കുന്നു, എങ്കിലും പിറ്റേ ദിവസം അത് വാടിപ്പോകുന്നു. എന്നാൽ വാടിപ്പോകാത്ത ഒരാത്മാവ്, അത് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്ന ഒരാത്മാവ് അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ അതിനെന്നേക്കും ജീവിച്ചിരിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് പുകഴ്ചയായി, മാന്യമായി, ശ്രേഷ്ഠമായി കാണപ്പെടുവാനുള്ള ഒരു വഴിയൊരുക്കുന്ന സംവിധാനവുമായി അത് മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ പ്രാപിക്കുന്ന ജനത്തെ നോക്കി സ്വർഗം കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ അങ്ങനെയുള്ളവരെ ചൊല്ലി ഒരു പുകഴ്ചയുണ്ട്, അങ്ങനെയുള്ളവരെ ചൊല്ലി ഒരു മാന്യതയുണ്ട്, അങ്ങനെയുള്ളവരെ ചൊല്ലി ഒരു ശ്രേഷ്ഠ മനോഭാവം സ്വർഗത്തിനുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവത്തോട് യോഗ്യമുള്ളവരും കർത്താവിനോട് ബന്ധമുള്ളവരും മനുഷ്യരാൽ തള്ളപ്പെട്ടവരെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും എണ്ണിത്തീർക്കപ്പെടുന്നതായ
ഒരു അനുഭവത്തിന്റെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെയും ആ ശ്രേഷ്ഠമായ ആ മഹത്വകരമായ കല്ലിനോട് യോജിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ആ വലിയൊരു മഹത്വം നമ്മൾ കാണുന്നവരായി, നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ പാരമ്പര്യങ്ങളുടെയും അല്പമായ നാടുകളുടെ നിലനിൽപ്പിനെ അല്ല, എന്നാൽ അനന്തമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ഒരു അനന്തമായ നിലനിൽപ്പിൻ്റെ കാഴ്ചപ്പാട് നമ്മളിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ തലമുറകളിൽ അത് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നു. തിരുവചനത്തെ ധ്യാനിപ്പാൻ, തിരുവചനങ്ങളെ അറിയുവാൻ, അതിൻ്റെ മഹത്വത്തെ ഗ്രഹിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ അത് വിതയ്ക്കപ്പെട്ട് വളരുവാൻ തക്കവണ്ണം ഈ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ.